എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റാഗി പൗഡർ കൊണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 ഏലക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ബൗൾ തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തയ്യാറാക്കാം. റാഗി പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ചെറിയ ജീരകവും ഏലക്കായും ചതച്ചെടുത്തത്, ഇതിൻ്റെ തൊലി നമുക്ക് മാറ്റിക്കളയാം. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മാവ് കുഴച്ചെടുക്കുന്നതിന് വേണ്ടി വെള്ളം തിളപ്പിച്ചത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കണം. ഇത് പൊടി നനയ്ക്കുന്നത് പോലെയല്ല. ഇത് നന്നായിട്ട് ഇതിൻ്റെ കട്ടയൊക്കെ പൊടിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം. ഇത് അല്പം ലൂസാക്കി വേണം ഉരുട്ടിയെടുക്കേണ്ടത്. ഒത്തിരി ടൈറ്റായിട്ട് ഉരുട്ടിയെടുത്താൽ അത് ഹാർഡാകും. മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. സാധാരണയായി ഇത് കറി കൂട്ടിയാണ് കഴിക്കുന്നത്. ചൂടോടുകൂടി തന്നെ കഴിക്കുകയും വേണം. ഇപ്പോൾ മാവ് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് അപ്പച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് മൂടി വയ്ക്കാം. തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇതിന് ഒത്തിരി സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് രാവിലെ മാത്രമല്ല വൈകിട്ടാണേലും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.